മോളെ, ഉറങ്ങി എഴുന്നേറ്റപ്പോ പേടിച്ചു പോയോ? ഇത് വേറൊരു വീടാ. ഇവിടെ സൗകര്യങ്ങളൊക്കെ ഇത്തിരി കുറവാ. ബാത്റൂമേ അറ്റാച്ച്ഡ് അല്ല. കിടക്കാനേ ഫോം ബെഡും എത്തേയില്ല. അങ്ങനെ ചെറിയ ചെറിയ ചില അസൗകര്യങ്ങൾ. അതൊന്നും സാരമില്ലെന്നേ. ഈ കൽപ്പനയല്ലേ കൂടെ ഉള്ളത്, മോളുടെ അമ്മ. നീ എന്താ വിചാരിച്ചത്? ചുമ്മാ അങ്ങ് ഇറങ്ങി പൊയ്ക്കളയാന്നോ? എന്റെ തടവുകാരിയായിപ്പ നീ. ഇത് നിന്റെ തടവറ. മനസ്സിലായില്ലല്ലേ? ഞാൻ നിന്നെ തട്ടിക്കൊണ്ടു പോന്നതാ നരേന്ദ്രൻ തമ്പിയുടെ വീട്ടിന്ന്. ഒരു രാത്രി മുഴുവൻ നമ്മൾ കാറിൽ സഞ്ചരിക്കുകയായിരുന്നു. നീ ഒന്നും അറിഞ്ഞില്ലല്ലോ. ഇവിടുന്ന് ഇറങ്ങി നടന്നാലോ ഓടിയാലോ നിനക്ക് നരേന്ദ്രൻ തമ്പിയുടെ അടുത്ത് തിരിച്ചെത്താൻ പറ്റില്ല. ഈ സ്ഥലം ഏതാണെന്നോ എവിടെയാണെന്നോ നിനക്കറിയാമോ? ഇല്ല, പറഞ്ഞു തരാൻ ഞാൻ. കേരളത്തിൽ നിന്നും 700 മൈൽ അകലെയാ പൊന്നുമോളെ നീ ഇപ്പൊ നിൽക്കുന്നത്. ഇവിടുന്ന് രക്ഷപ്പെടാമെന്ന് നീ വിചാരിക്കേ വേണ്ട. എത്ര ശ്രമിച്ചാലും നിനക്കതിന് സാധിക്കില്ല. അല്ലെങ്കിലും ഈ കൽപ്പനയുടെ വലയിൽപ്പെട്ട ആരും ഇന്നേ വരെ രക്ഷപ്പെട്ടിട്ടില്ല. വലിയ കൊലകൊമ്പന്മാര് പോലും. പിന്നെയാണോ ഇത്തിരി ഇല്ലാത്ത നീ? ഞാൻ പറയുന്നതനുസരിച്ച് ഇവിടെ മര്യാദയ്ക്ക് നിന്നാ നിനക്ക് കൊള്ളാം. അല്ലെങ്കിൽ നിന്റെ ഈ കിളുന്ന ശരീരം ഒരുപാട് വേദനിക്കും. നീ ഇതുവരെ അറിയാത്ത പല വേദനകളും താങ്ങേണ്ടി വരും. കൽപ്പനയുടെ തനി നിറം നീ അറിയാൻ പോകുന്നതേ ഉള്ളൂ. നിന്റെ ക്ഷീണം മാറിയിട്ടില്ല. തൽക്കാലം നീ അവിടെ എവിടെയെങ്കിലും പോയി ചുരുണ്ടുകൂടി കിടക്കടി. നീ എവിടെയാ ശിവജി? ഞാൻ എത്ര തവണ ട്രൈ ചെയ്തു. എന്തെങ്കിലും നിവർത്തിയുണ്ടെങ്കിൽ നീ ഇവിടെ വരെ വരണം. അർജന്റാണ്. നമ്മുടെ മോളെ സംബന്ധിക്കുന്ന കാര്യ. ഇവിടെ വന്നിട്ട് ഞാൻ എല്ലാം വിശദമായിട്ട് പറയാം. ഓക്കെ, എത്രയും പെട്ടെന്ന്. എല്ലാവരെയും ഞാൻ മാറി മാറി ചോദ്യം ചെയ്തു. അവർക്കെന്തെങ്കിലും മനസ്സറിവുണ്ടെന്ന് തോന്നുന്നില്ല. ആകെ കിട്ടിയ ഒരു ക്ലൂ ഇത് മാത്രമാണ്. അതായത് രാത്രി ശീതളിന് പാൽ കൊണ്ടുകൊടുത്തത് വിജിത നേരിട്ടല്ല. വിജിതയുടെ കയ്യിൽ നിന്ന് കൽപ്പന പാൽ വാങ്ങിക്കൊണ്ട് പോവുകയായിരുന്നു. അതിനിടയിൽ പാലിൽ മയക്കുമരുന്ന് ചേർക്കാൻ കൽപ്പനയ്ക്ക് അവസരം കിട്ടിയേക്കാം. ബലപ്രയോഗം കൂടാതെ ശീതളിനെ തട്ടിക്കൊണ്ടുപോകാൻ അങ്ങനൊരു സാധ്യതയും ഞാൻ കാണുന്നുള്ളൂ. വകതിരിവില്ലാത്ത കുറേ എണ്ണത്തിനെയാണല്ലോ ഞാനിവിടെ തീറ്റിപ്പോറ്റുന്നത്. ഇതൊക്കെ ഒരു നിഗമനം മാത്രമാണ് തമ്പി. മറ്റു സാധ്യതകൾ നമുക്ക് പരിശോധിക്കാം. വേണമെങ്കിൽ ഇവിടെ ഉള്ളവരെ സ്റ്റേഷനിൽ കൊണ്ടുപോയി ചോദ്യം ചെയ്യാം. അപ്പം ഞങ്ങളുടെ രീതി അങ്ങ് മാറും. നിങ്ങളുടെ ബന്ധുക്കളായതുകൊണ്ടാണ് ചോദിക്കുന്നത്. അത് വേണോ? വേണ്ട. ഇതിന്റെ പിന്നിൽ കൽപ്പന മാത്ര. അതെനിക്ക് തീർച്ചയുണ്ട്. പക്ഷേ ഏത് കിഡ്നാപ്പിനും ഒരു മോട്ടീവ് ഉണ്ടാവണമല്ലോ. അതുപോലെ തന്നെ
കൽപ്പനയുടെ താമസിക്കാൻ എന്തുകൊണ്ട് നിങ്ങൾ അനുവദിച്ചു? അവൾ ശീതളിൻ്റെ അമ്മയുടെ അനുജത്തിയാണ്. മരിച്ചുപോയ പാരൻസിന്റെ വകയായ വമ്പിച്ച സ്വത്തിൻ്റെ അവകാശി ശീതള. അവളുടെ ഗാർഡിയൻഷിപ്പ് നേടിയെടുക്കാൻ കഴിഞ്ഞാൽ സ്വാഭാവികമായും ആ സ്വത്ത് കൈകാര്യം ചെയ്യാൻ കൽപ്പനയ്ക്ക് അവസരം കിട്ടും. കൽപ്പനയോടൊപ്പം സ്വമേധയാ പോകാൻ ശീതൾ തയ്യാറുള്ളതാനും. അങ്ങനെ വരട്ടെ. കൽപ്പനയുടെ കണക്ഷൻസ് എല്ലാം മുംബൈയിലാ. ശീതളിനെ അവിടെ എത്തിച്ചു കഴിഞ്ഞാൽ കൽപ്പന വിജയിച്ചു. കുട്ടിയല്ലേ, ബ്രെയിൻ വാഷ് ചെയ്ത് വശത്താക്കാമെന്ന് അവൾ കരുതുന്നുണ്ടാവും. അപ്പം നമ്മൾ കേരളത്തിൽ മാത്രം അന്വേഷിച്ചിട്ട് കാര്യമില്ല. ശരി, എത്രയും വേഗം ഞാൻ വേണ്ടത് ചെയ്യാം. എന്നാ ഓക്കെ. ഓക്കെ. അധോലോക രാജാക്കന്മാരായ നരേന്ദ്രൻ തമ്പിയും ശിവജിയും വളർത്തിയ രാജകുമാരിയാണോ ഇങ്ങനെ നായയെ പോലെ ഇരുന്ന് മോങ്ങുന്നത്? വളരെ മോശം. ദാ ഭക്ഷണം കഴിക്ക്, വിശന്നിരിക്കണ്ട. നീ ജീവനോടെ ഇരിക്കണം, അതെ എന്റെ ആവശ്യമോ. അതുകൊണ്ട് നിരാഹാര സമരമൊന്നും പറ്റില്ല. അടിച്ച് ചെകിടി ഞാൻ പൊട്ടിക്കും. നീ ഇതുവരെ കണ്ട കൽപ്പനയല്ല ഇനി കാണാൻ പോകുന്നത്. ഞാൻ ആരാണെന്ന് നീ വിചാരിച്ചു? ദേ, ഞാൻ പറയുന്നതിനൊന്നും നിനക്ക് തീരെ വിലയില്ലല്ലേ. നിന്റെ തമ്പിയും ശിവജിയും പറയുന്നത് മാത്രമായിരുന്നല്ലോ നിനക്ക് വേദവാക്യം. അവര് പറഞ്ഞാലേ നിനക്ക് വിശ്വാസാവൂല്ലേ? മര്യാദയ്ക്ക് കഴിക്കണേത്. ജീവനോടെ ഇരുന്ന നിനക്ക് പല കാഴ്ചകളും കാണാം. നിന്റെ തമ്പിയെ ഞാൻ ഇവിടെ വരുത്തും. അയാൾ എന്റെ മുമ്പിൽ മുട്ടുമടക്കുന്നതും കരയുന്നതും കെഞ്ചുന്നതും ഒക്കെ നിനക്ക് കാണണ്ടേ? പണ്ട് നാട്ടുകാര് കടുവയും പുലിയെയും ഒക്കെ ആകർഷിക്കാൻ വേണ്ടി എവിടെയെങ്കിലും ഒരു ആട്ടിൻകുട്ടിയെ പിടിച്ച് കെട്ടിയിടും. ആ ആട്ടിൻകുട്ടിയാ നീ. നിന്നെ തേടി നരേന്ദ്രൻ തമ്പി എന്ന ആ കടുവ വരും എന്റെ തോക്കിൻ കുഴലിന്റെ മുമ്പിലേക്ക്. അതുവരെയെങ്കിലും എന്റെ ആട്ടിൻകുട്ടി ജീവിച്ചിരിക്കണം. അതെന്റെ ഒരു ആവശ്യം. അതുകൊണ്ട് മര്യാദയ്ക്ക് ഈ ഭക്ഷണം എടുത്ത് കഴിക്കും. എടുത്ത് കഴിക്കാൻ. ഓഹോ, അപ്പൊ നീ അനുസരിക്കാൻ തയ്യാറല്ലല്ലേ? ശരി. കുമാർ, രാംലാൽ, പൊന്നുമോൾക്ക് ഭക്ഷണം കഴിക്കാനൊരു മടി, അതങ്ങ് തീർത്തു കൊടുത്തേക്ക്. ഇപ്പം നിനക്ക് പേടിയ അനുസരണയൊക്കെ താനെ വന്നു അല്ലടി? മുഴുവനും കഴിച്ചേക്കണം. ശിവ, ശിവ, നീ എവിടെ എത്തി? ഒരു സൂചനയില്ല ശിവ. അതാ എന്നെ കുഴയ്ക്കുന്ന പ്രശ്നം. പോലീസും പട്ടാളമൊക്കെ ഉണ്ടെങ്കിലും നീ ഒപ്പമുണ്ടാവുമ്പോൾ കിട്ടുന്ന ബലവും ധൈര്യവും എനിക്ക് കിട്ടില്ലടാ. നീ ഇവിടെ വന്ന് കിട്ടിയ ഞാൻ പകുതി ജയിച്ചു. ശരി, എത്രയും പെട്ടെന്ന്. ഇതുവരെ ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ നോക്കിയതാ ഞാൻ എൻ്റെ മോളെ. എന്നിട്ടും ഒടുവില് മോളെ അവരുപദ്രവിക്കോ? മോളെ അവര് കൊന്നുകളയുന്ന എന്റെ
അങ്ങനെ പേടിക്കണ്ട അമ്മു. കൊല്ലില്ല, അതെനിക്കുറപ്പാ. കാരണം ശീതളിന് അവർക്ക് ജീവനോടെ വേണം. അവള് ജീവിച്ചിരുന്നാലേ കൽപ്പന ഉദ്ദേശിച്ച കാര്യങ്ങളെല്ലാം നടക്കൂ. എന്റെ മേൽ പ്രഷർ ചെലുത്തുക അവളുടെ ഉദ്ദേശം. ഞാനല്ലേ ശീതളിന്റെ സ്വത്തെല്ലാം കൈകാര്യം ചെയ്യുന്നത്. എല്ലാത്തിന്റെയും താൽക്കാലിക ഉടമസ്ഥൻ ഞാനാ. അതവൾക്ക് കിട്ടണം. കൽപ്പനയുടെ ഉദ്ദേശം അതാ. എന്തും ചെയ്യാൻ മടിക്കാത്ത ക്രിമിനൽസ് കാണുമല്ലോ അവരുടെ കൂട്ടത്തില്. അത് പുരുഷന്മാര്. മോളെ അവര് കൊച്ചല്ലേ അവള്. അത് ഒന്ന് ഉറക്കെ കരയാൻ പോലും വയ്യാത്ത മിണ്ടാ പ്രാണി. ഓർത്തിട്ട് സഹിക്കാൻ വയ്യ. അയ്യോ, ഹരിക്കുട്ടനിവിടെ ഉണ്ട്. അവൻ ഒരു കുഴപ്പമില്ല. വിജയേട്ടനില്ലാത്തോണ്ട് അവൻ വേണ്ടി ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കി നടത്താൻ സമയം കിട്ടാഞ്ഞിട്ടാ. ആ, ഞാൻ പറഞ്ഞുവിടാം. ആരാമാം? ആ, നിന്റെ മുത്തശ്ശനാ. നിന്നെ അങ്ങോട്ട് കാണാറേയില്ലെന്ന് പരാതി പറയായിരുന്നു. ആ പിന്നെ മാം, ഒരു സന്തോഷ വാർത്ത അറിഞ്ഞോ? നരേന്ദ്രൻ തമ്പിയുടെ മോളെ ആരോ തട്ടിക്കൊണ്ടുപോയെന്ന്. നേരാണോ ഹരിക്കുട്ട? ആ, തട്ടിക്കൊണ്ടുപോയതേ തമ്പിയുടെ വെപ്പാട്ടി തന്നെയാ. പോലീസ് അന്വേഷിച്ച് പരക്കം പായുന്നുണ്ട്. കാലു വെന്ത നായയെ പോലെ തമ്പിയും ഓടി നടപ്പുണ്ട്. ടിവിയിലും പത്രത്തിലും ഒക്കെ നാളെ പടം സഹിതം വന്നേക്കും. ഏതായാലും തമ്പിക്ക് നല്ലൊരു പബ്ലിസിറ്റി ആയി. ഇത് സത്യം തന്നെയാണല്ലോടാ? അതേന്ന് ഞാൻ വിശദമായിട്ട് അന്വേഷിച്ചറിഞ്ഞതാ. ഞാൻ തമ്പി ഒന്ന് വിളിക്കട്ടെ. ആ നരേന്ദ്ര, ഞാനൊരു കാര്യം അറിഞ്ഞു. സത്യമാണോന്നറിയാൻ വിളിച്ചതാ. എന്താ സൂർമേ? അല്ല, നരേന്ദ്രന്റെ മോളെ കാണാനില്ലെന്നോ ആരോ തട്ടിക്കൊണ്ടുപോയിന്നൊക്കെ. സത്യ. ശ്ശോ, എന്തൊരു കഷ്ടമാ നരേന്ദ്ര. കഷ്ടം തന്നെ. എന്നാലും എനിക്കില്ലാത്ത സങ്കടമൊന്നും സുധർമ്മയ്ക്ക് വേണ്ട. നരേന്ദ്രന് സങ്കടമില്ലെന്നോ? അത് വെറുതെ. എനിക്കുള്ളതിൽ കൂടുതൽ സങ്കടം സുധർമ്മയ്ക്ക് വേണ്ടെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. ആർക്കായാലും സങ്കടം തോന്നാതിരിക്കോ നരേന്ദ്ര? ഒരു പെൺകുട്ടിയല്ലേ. ആൺകുട്ടികളെ തട്ടിക്കൊണ്ടു പോകുന്ന അപൂർവമാണ്. നരേന്ദ്രന്റെ വെപ്പാട്ട് തന്നെയാണ് തട്ടിക്കൊണ്ടുപോയെന്ന് കേട്ടു. നേരാണോ? ഇനി അവളെ ജീവനോടെ കിട്ടുമോ നരേന്ദ്ര? സാധ്യതയില്ലല്ലേ. മുംബൈക്കാര് ക്രിമിനൽസ് അല്ലേ? എന്തെങ്കിലും ഭയമുള്ള കൂട്ടക്കാരാണോ? എനിക്കറിയാവുന്ന എല്ലാ ക്രിമിനൽസും സുധർമ്മയേക്കാൾ ദയുള്ളവരാണ്. അയ്യോ, എന്തൊക്കെ തെറ്റിദ്ധാരണയാ നരേന്ദ്രൻ എന്നെ കുറിച്ചുള്ളത്. അല്ല, ആ പെൺകുച്ചിന് എത്ര വയസ്സുണ്ട് നരേന്ദ്ര? 15 അതോ 16? ശോ, ആ പിഞ്ചു കുഞ്ഞിന്റെ മാനം കൂടി അവന്മാരെ നശിപ്പിക്കുമല്ലോ. ആ, മാനവും ജീവനും ഒക്കെ പോയി കഴിഞ്ഞിട്ട് കുറെ കേസ് നടത്തിയിട്ടോ പ്രതികളെ പിടിച്ചിട്ടൊക്കെ എന്താ കാര്യം? നമുക്ക് പോകാനുള്ളത് പോയില്ലേ. നരേന്ദ്രന് വലിയ സങ്കടമായിപ്പോയി അല്ലേ? പകരം ചിലർക്കെങ്കിലും സന്തോഷമായല്ലോ, അത് മതി. അതെ, നരേന്ദ്രന്റെ വെപ്പാട്ടിക്കും മുംബൈ ക്രിമിനൽസിനൊക്കെ വലിയ സന്തോഷമായിരിക്കും. നരേന്ദ്രന് ഈയിടെയായിട്ട് കഷ്ടകാലം അല്ലേ? മോഹിച്ചു കെട്ടിയ പെണ്ണ് കാലൊടിഞ്ഞ് ഹോസ്പിറ്റലില്. പൊന്നുകുടം പോലത്തെ മോള് അധോലോക ഗുണ്ടകളുടെ കയ്യില്. ഇനി എന്തൊക്കെ വരാനിരിക്കുന്നു ആവോ. എന്തായാലും തമ്പി ഒന്ന് സൂക്ഷിക്കണേ. സുധർമ്മയും ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാ. ശീതളിന്റെ പ്രായത്തിൽ സുധർമ്മയ്ക്കൊരു മോളുണ്ട് അല്ലേ? എന്താ മാം? നമുക്ക് വീണ് കിട്ടിയ അവസരമായത്. മകളെ തിരക്കി അങ്കിള് ഭ്രാന്ത് പിടിച്ച പോലെ നെട്ടോട്ടോടുക. എവിടെ വെച്ച് വേണമെങ്കിലും നമുക്ക് അയാളെ സൗകര്യത്തിന് കിട്ടും.
മുമ്പൊക്കെ അങ്കിൾ ഓരോ നിമിഷവും വിജിലന്റ് ആയിരുന്നു. ആ ഊമപ്പെണ്ണിനെ കാണാതായതോടെ തലയ്ക്ക് അടി കിട്ടിയ പോലെ അയാളുടെ ഇപ്പോഴത്തെ നടപ്പ്. പണ്ട് പുലിയായിരുന്നെങ്കിൽ ഇപ്പോൾ പല്ലും നഖമൊക്കെ കൊഴിഞ്ഞ ഒരു വയസ്സൻ പുലിയാ. കൊല്ലാൻ വളരെ എളുപ്പമാ. തമിഴ്നാട്ടിൽ ഏതോ സ്ഥലത്ത് അന്വേഷിക്കാൻ പോകുന്ന ഒടുവിൽ കിട്ടിയ സൂചന. അവിടെ വെച്ചാവുമ്പോ തട്ടാൻ എളുപ്പമാ. ഒരു തരത്തിലും സംശയം നമ്മുടെ നേർക്ക് വരില്ല. എവിടെയാണെന്നറിയാതെ നമ്മളെങ്ങനെ ആളിനെ കണ്ടുപിടിക്കും? അത് കഴിഞ്ഞിട്ട് വേണമല്ലോ കൊല്ലാൻ. അത് നമുക്ക് എങ്ങനെയെങ്കിലും മനസ്സിലാക്കാം. അവിടെ ചെന്ന് കൃത്യം നടത്താൻ പറ്റിയ ആൾക്കാരെ നിങ്ങളുടെ കയ്യിലുണ്ടോ? ആൾക്കാരെയൊക്കെ ഞാൻ സംഘടിപ്പിക്കാം. പക്ഷേ അയാൾ എവിടെയാണെന്നുള്ളതിന് ഒരു സൂചനയെങ്കിലും നിങ്ങൾ തരണം. അല്ലാതെ നരേന്ദ്രൻ നമ്പിയെ തിരക്ക് തമിഴ്നാട് മുഴുവൻ തരാൻ പറ്റില്ലല്ലോ. ഞങ്ങളോടൊന്നും തുറന്നു പറയില്ല, അതാ പ്രശ്നം. എന്തോ സംശയമോ വിശ്വാസക്കുറവോ ഒക്കെ ഞങ്ങളോടുണ്ട്. ഈ സമയത്ത് എന്തെങ്കിലും ചെയ്താൽ അതിന്റെ പഴി നമുക്ക് കൽപ്പനയുടെയും ടീമിന്റെയും തലയിൽ വെച്ച് കെട്ടാം. അതാ ഏറ്റവും വലിയ ഗുണം. അവരാണ് തമ്പിയെ വകവരുത്തിയതെന്ന് പോലീസ് കരുതിക്കോളും. നല്ല ഐഡിയ തന്നെ. പക്ഷേ അങ്കിളിന്റെ ഓരോ നീക്കവും ഞങ്ങൾ കൃത്യമായിട്ട് ഹരീഷിനെ അറിയിച്ചുകൊണ്ടിരിക്കാം. അയാളെ ഷാഡോ ചെയ്യാൻ ഇവിടുന്ന് തന്നെ ഒരാളെ അയക്കാൻ പറ്റില്ലേ? അത് പറ്റും. അയാൾ പുറപ്പെടുന്ന സ്ഥലവും സമയവും നിങ്ങൾ കൃത്യമായിട്ട് അറിയിക്കണമെന്നേ ഉള്ളൂ. അത് ഞങ്ങളേറ്റു. എങ്കിലൊട്ടും താമസിക്കണ്ട. വിവരം എന്നെ അറിയിച്ചാൽ മതി. വിവരം കൃത്യമായിട്ട് അവിടെ എത്തിയിരിക്കും. ഇപ്രാവശ്യം അയാൾ രക്ഷപ്പെടാൻ പാടില്ല. ഉറപ്പ്? ഷുവർ. എണ്ണത്തെ കൊല്ലേണ്ടി വരും സാർ. പേര് മാത്രം പറഞ്ഞാൽ മതി. ആരാണെന്ന് എത്രയുണ്ടെന്ന് ശിവജിക്ക് പ്രശ്നമല്ല. ഒരിക്കൽ ഞാൻ ആയുധങ്ങൾ താഴെ വെച്ചതാ. ഇനി ഒരിക്കലും എടുക്കരുതെന്ന് വിചാരിച്ചതാ. പക്ഷേ ഞാൻ എന്റെ തീരുമാനം മാറ്റി. എടുത്തയാട്ടമല്ല ശിവയപ്പ വേണ്ടേ. ഉബൈദ് അബ്ദുള്ള പറഞ്ഞതുപോലെ സംയമനം, നിരീക്ഷണം, ബുദ്ധി, അതാ നമുക്കിപ്പോൾ ആവശ്യം. അധോലോകത്തിന്റെ എല്ലാ കളികളും അറിയാവുന്നവളാ കൽപ്പന. നമ്മൾ എന്ത് ചെയ്യും ചെയ്യില്ല എന്നൊക്കെ അവൾക്ക് ഊഹിക്കാൻ പറ്റും. അതനുസരിച്ചുള്ള മുൻകരുതൽ അവൾ എടുക്കാതിരിക്കില്ല എന്ന് കരുതി നമ്മുടെ മോളെ തൊട്ട് കളിച്ചാ ഞാൻ കൈയും കെട്ടി നോക്കി നിൽക്കണോ? ആദ്യം നമ്മൾ ശ്രമിക്കേണ്ടത് ശീതളിനെ വീണ്ടെടുക്കാനാ. ഒരു കുഴപ്പവും കൂടാതെ അവളെ നമുക്ക് തിരിച്ചു കിട്ടണം. അതിനുവേണ്ടി ആദ്യം 2 ചൂട് പിന്നോട്ട് വെക്കണമെങ്കിൽ അതിന് നമ്മൾ തയ്യാറാവണം. സിംഹം പതുങ്ങുന്നത് കുതിച്ചുചാടാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ ശത്രുവിനെ ഭയന്ന് തലയൊളിപ്പിക്കുന്നതല്ല. ശീതളിനെ ഇവിടെ ഒളിപ്പിച്ചിരിക്കുന്നു എന്ന് കണ്ടെത്തുകയാണ് ആദ്യം വേണ്ടത്. മുംബൈ തന്നെ ആയിരിക്കും സാബ്, അല്ലാതെ എവിടെയാ? അവിടെയല്ലേ കൽപ്പനയ്ക്ക് സ്ട്രോങ് സപ്പോർട്ടേഴ്സ് ഉള്ളത്. അതിന് തീരെ സാധ്യതയില്ല ശിവജി. പോലീസിന്റെയും നമ്മുടെയും കണ്ണ് ആദ്യം പതിയുന്നത് മുംബൈയിലായിരിക്കുമെന്ന് അവൾക്കറിയാം. മറ്റേതെങ്കിലും സ്ഥലമേ അവൾ തിരഞ്ഞെടുക്കൂ. കൽപ്പനയുടെ ആൾക്കാർക്ക് സൗത്തിലെ പലരുമായും കണക്ഷനുണ്ട്. ചെന്നൈയിൽ ദേവരായ മുതിരിയാരുടെ ഗാങ്, ബാംഗ്ലൂരിൽ സിദ്ധരാമഗൌഡ, ഗോവയിൽ ബെഞ്ചമിൻ ഡിസൂസ. ഇവരുടെയൊക്കെ ഗാങ്ങുകൾ ആവശ്യം വന്നാൽ പരസ്പരം സഹായിക്കുന്നവരാ. സാബ്, അവര് നമ്മുടെ മോളെ ഉപദ്രവിക്കൂ? സാധ്യത കുറവാ ശിവ. അധോലോകത്തിന്റെ പാരമ്പര്യം അതല്ലല്ലോ. പണത്തിനോ സ്വത്തിനോ വേണ്ടിയാണെങ്കിൽ കാര്യം നടന്നു കഴിയുമ്പോൾ ഉരുവിനെ ഒരു കേടും കൂടാതെ തിരിച്ചെത്തിക്കുന്ന പതിവേ നമ്മൾ കണ്ടിട്ടുള്ളൂ. പക്ഷേ കൽപ്പനയ്ക്ക് എന്നോടുള്ള വ്യക്തിവൈരാഗ്യം വെച്ച് നോക്കുമ്പോ എന്റെ മോളുടെ ദേഹത്ത് ഒരു പോറലെങ്കിലും വീണാ കൽപ്പന അവിടെ ഗ്യാങ്ങും ഒന്നും ഈ ഭൂമിക്ക് മുകളിൽ ഉണ്ടാവില്ല. അടിവേര് പോലും പിഴുത് കളയും ഞാൻ. എന്ത് കളിയും കളിക്കാൻ മടിക്കാത്തവളാ കൽപ്പന. സ്വത്തിനു വേണ്ടി സ്വന്തം സഹോദരനെയും ഭാര്യയെയും കൊന്നവന് കൂട്ടുനിന്നവളാ. അധോലോകത്തിന്റെ മര്യാദ പോലും അവൾ കാണിക്കണമെന്നില്ല. അവിടെ ഇതുവരെ സാബിനെ ഫോൺ ചെയ്തില്ലേ? ഇല്ല. സ്വന്തം നില ഭദ്രമാക്കി കഴിഞ്ഞിട്ടേ
അവള് വിളിക്കും. എങ്ങനെയുണ്ട് മാം സാബ്? വേദനയൊക്കെ കുറഞ്ഞോ? എനിക്ക് കുഴപ്പമൊന്നുമില്ല. 2 ദിവസത്തിനകം വീട്ടിൽ പോവാം. മോളുടെ കാര്യത്തിലേ ഉള്ളൂ എനിക്ക്. ഞാൻ വീട്ടിലില്ലായിരുന്നതുകൊണ്ടല്ലേ മോൾക്ക് ഈ ഗതി വന്നത്. കാലിന്റെ വേദനയൊക്കെ സഹിച്ച് ഞാനും കൂടി പോയാൽ മതിയായിരുന്നു അവളുടെ കൂടെ. എങ്കിൽ എന്നെ കൊന്നിട്ടല്ലാതെ ആരും മോളെ തൊടില്ലായിരുന്നു. സാരമില്ല മാം സാബ്, എല്ലാം ശരിയാവും. ശീതളിനെ നമ്മൾ വീണ്ടെടുക്കും, എന്റെ ജീവൻ കൊടുത്തിട്ടായാലും.